ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ആപ്പേൻ്റെ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സ്പ്രിങ് കയറ്റി കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു അടി വരുന്നുണ്ടായിരുന്നു എന്ന്. അത് ഞാൻ തന്നെ സ്വയം പരിഹരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കും സ്പ്രിങ് കയറ്റിയതിന് ശേഷം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ വണ്ടിക്ക് വലത് സൈഡിലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് കട്ടറാടുന്ന സമയത്ത് ടക്ക് ടക്കെന്ന് സ്പ്രിങ്ങിനൊരു അടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നേരെ തിരിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് അത് തിരിച്ചിടേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അടിയില്ലാത്ത രീതിയിൽ തിരിച്ചിട്ടിട്ടാണുള്ളത്. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതും ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് തിരിച്ചിട്ടിട്ടുള്ളത് എന്നുള്ളതും ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പ്രിങ് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടയർ അഴിക്കണം. ഞാനിവിടെ ടയർ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോക്കും കൂടെ അയക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പ്രിങ് ഞാൻ തിരിച്ചിട്ടിട്ട് എനിക്ക് ഈ സ്പ്രിങ്ങിനുണ്ടായിരുന്ന അടി ഞാൻ നിർത്തിയതാണ്. പക്ഷേ എങ്ങനെയായിരുന്നു ഇത് ആദ്യം ഉണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ തിരിച്ചിട്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഷോക്ക് ഒന്ന് അഴിച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ജാക്കി ആവശ്യമുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ജാക്കി ടയർ അയക്കാൻ വേണ്ടിയിട്ട് ടൈ ബാറിൽ വെച്ചതാണ്. അത് നമ്മുടെ പണി തീരുന്നോടം വരെ അവിടെ തന്നെ ആ ജാക്കി വേണം. പിന്നെ കണ്ടില്ലേ, ഈ ജാക്കി ബോഡിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ബോഡി പൊക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷോക്കിൻ്റെ നെറ്റ് നമ്മൾ ഏതാണ്ട് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു അടി കേൾക്കുമ്പം അത് സ്പ്രിങ്ങിൻ്റെ തന്നെയാണെന്ന് കൺഫേം ആക്കിയിട്ട് മാത്രമേ നിങ്ങളിത് ചെയ്യാൻ പാടുള്ളൂ. ഈ നെറ്റ് ഊരിയാൽ മാത്രമേ നമുക്ക് ഈ ബോഡി മേലോട്ട് പൊക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈ ബാറും അതിൻ്റെ ഒപ്പം പൊങ്ങി വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ജാക്കി പൊക്കണം. ഇത് പൊക്കുമ്പം ബോഡി പൊങ്ങി വന്നിട്ട് ആ സ്പ്രിങ് ഫ്രീ ആയി കിട്ടും. ഇപ്പോൾ ഈ സ്പ്രിങ് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിത് ഇങ്ങനെ തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ ഈ സ്പ്രിങ് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെയായിരുന്നു ഈ സ്പ്രിങ് ഉണ്ടായിരുന്നത്. അത് നേരെ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം സോൾവ് ആയത്. അപ്പോൾ അതിനെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരും. ഈ ഒരു കണ്ടീഷനിലേക്കാണ് ഞാൻ സ്പ്രിങ്ങിനെ വെച്ചത്. അപ്പം ആ അടി മാറി ക്ലിയറായി കിട്ടി. ഇതുപോലെ തന്നെ അത് കറക്റ്റാക്കിയിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ആ ജാക്കി താത്തി കഴിഞ്ഞാൽ സ്പ്രിങ് പഴയതുപോലെ തന്നെ സീറ്റിംഗ് ആവും. കണ്ടില്ലേ, ഇപ്പം ഇത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാക്കി മുഴുവനായിട്ട് ഫ്രീ ആക്കി എടുക്കാം. ഇനി ടയർ കൊടുക്കാം. ഇനി ഈ ജാക്കി വെക്കാം. ഇനി നമുക്ക് വർക്കിംഗ് ഒന്ന് നോക്കി നോക്കാം. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.